കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. പി.വി. അൻവറും ബി.ജെ.പിയും കൂടി അപ്രതീക്ഷിതമായി മത്സര രംഗത്തിറങ്ങിയതോടെ നിലമ്പൂരിലെ പോരാട്ടം കൂടുതൽ കടുത്തിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാവായ അൻവറും ബി.ജെ.പി സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജും പിടിക്കുന്ന വോട്ടുകൾ നിലമ്പൂരിലെ വിധിയെഴുത്തിൽ നിർണായകമാകും. ബി.ജെ.പിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ 10,000-നടുത്ത് വോട്ടുകളുണ്ട്. ഇതോടൊപ്പം മുൻ കേരള കോൺഗ്രസുകാരൻ കൂടിയായ മോഹൻ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ കൂടിയാകുമ്പോൾ വോട്ട് ശതമാനത്തിൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ബി.ജെ.പി നേതൃത്വം വിലയിരുത്തുന്നത്. മത്സരിക്കാതിരുന്നാൽ വോട്ട് കച്ചവട ആരോപണം ഉയരുമെന്ന് കണ്ടുകൂടിയാണ് അവസാന നിമിഷം ബി.ജെ.പി കളത്തിലിറങ്ങിയിരിക്കുന്നത്. മത്സരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ച ശേഷം അവസാന നിമിഷം ലാൻഡ് ചെയ്ത പി.വി. അൻവറും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. പശ്ചിമ ബംഗാളിലെ തൃണമൂൽ മന്ത്രിമാരും എം.പിമാരും മാത്രമല്ല, മുഖ്യമന്ത്രി മമതാ ബാനർജി വരെ പ്രചാരണത്തിനായി എത്തുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. യു.ഡി.എഫ് ഇടതുപക്ഷ വോട്ടുകൾ ടാർഗറ്റ് ചെയ്താണ് അൻവർ മുന്നോട്ടു പോകുന്നത്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമാവുകയും നല്ലൊരു ശതമാനം വോട്ടുകൾ പിടിക്കാനും സാധിച്ചാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് ബർത്ത് ഉറപ്പിക്കാമെന്നും ഒന്നിൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ ലഭിക്കുമെന്നുമാണ് അൻവർ കരുതുന്നത്. യു.ഡി.എഫിൽ വി.ഡി. സതീശനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അൻവർ കടന്നാക്രമണം നടത്തുന്നതും കൃത്യമായ അജണ്ട മുൻനിർത്തിയാണ്. വി.ഡി. സതീശൻ താൽപര്യമെടുത്ത് സ്ഥാനാർത്ഥിയാക്കിയ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ യു.ഡി.എഫിൽ സതീശന്റെ നില പരുങ്ങലിലാവുമെന്നാണ് അൻവർ കരുതുന്നത്. മാത്രമല്ല, അൻവറിനെ യു.ഡി.എഫിലെത്തിക്കാൻ ശ്രമിച്ച കെ. സുധാകരൻ, കെ. മുരളീധരൻ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കൾക്കും ഷൗക്കത്ത് നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ സതീശനെതിരെ പുതിയ ആയുധം ലഭിക്കും. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ. സുധാകരനെ മാറ്റിയ സാഹചര്യത്തിൽ നിലമ്പൂരിൽ യു.ഡി.എഫ് പരാജയപ്പെട്ടാൽ വി.ഡി. സതീശൻ യു.ഡി.എഫ് ചെയർമാൻ സ്ഥാനവും പ്രതിപക്ഷ നേതൃസ്ഥാനവും ഒഴിയണമെന്ന ആവശ്യവും ഈ നേതാക്കൾ മുന്നോട്ട് വയ്ക്കും. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ അത് വി.ഡി. സതീശന്റെ വിജയമായാണ് വിലയിരുത്തപ്പെടുക. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനും സതീശനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടേണ്ടതായി വരും. നിലമ്പൂരിലെ ഇപ്പോഴത്തെ അപ്രതീക്ഷിത ട്വിസ്റ്റിൽ ഏറെ സന്തോഷിക്കുന്നത് ഇടതുപക്ഷ ക്യാമ്പാണ്. അൻവർ കൂടി മത്സര രംഗത്തിറങ്ങുന്നത് ഭരണപക്ഷ വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്നും എം സ്വരാജ് മികച്ച വോട്ടുകൾ നേടി വിജയിക്കുമെന്നുമാണ് CPM നേതൃത്വം കണക്കുകൂട്ടുന്നത്. പി.വി. അൻവർ ഉന്നയിച്ചതുപോലെ ശക്തമായ കടന്നാക്രമണം മറ്റൊരു പാർട്ടിയും MLA-യും CPM-നെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അൻവറില്ലാതെ നിലമ്പൂർ പിടിച്ചെടുക്കാൻ CPM-ന് കഴിഞ്ഞാൽ സർക്കാരിനെതിരായ സകല ആരോപണങ്ങളുടെയും മുനകൂടിയാണ് ജനകീയ കോടതിയിൽ ഒടിഞ്ഞുപോകുക. മാത്രമല്ല, ഇത്തരം കടുത്ത പ്രതികൂല സാഹചര്യത്തിലും പാർട്ടി ചിഹ്നത്തിൽ സ്വരാജ് വിജയിച്ചാൽ അത് മൂന്നാം ഇടതു സർക്കാരിനുള്ള അംഗീകാരമായും പൊതുവെ വിലയിരുത്തപ്പെടും. ഇതിന്റെ അലയൊലികൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ദൃശ്യമാകാനും സാധ്യതയേറെയാണ്. പ്രചാരണ രംഗത്ത് സ്വരാജിന്റെ ലാൻഡിങ്ങോടെ തന്നെ എതിരാളികളെ ഇടതുപക്ഷം ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.